ആറാട്ട് അണ്ണൻ അകത്തായി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ആറാട്ടണ്ണൻ. ഇപ്പോൾ ആറാട്ടണ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന സന്തോഷ് വർക്കിയാണ് എറണാകുളം നോർത്ത് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഇപ്പം സിനിമാ നടികളെ വളരെ മോശമായ സ്ത്രീകളെന്ന് ചിത്രീകരിച്ചു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമാ നടികളെ ഏകദേശം 22 ആൾക്കാർ ഇയാൾക്കെതിരായിട്ട് പരാതി കൊടുത്തു. ആലപ്പുഴയിലും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പരാതി ചെന്നു. സിനിമാ നടികൾ പൊതുവെ മോശമാണ് എന്നൊരു അഭിപ്രായം ഇയാൾ ഇപ്പം എൻ്റെ അകത്ത് രേഖപ്പെടുത്തി. സ്ത്രീകളെ അവമാനിച്ച് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം 354 സ്ത്രീത്വത്തെ അവമാനിച്ച വകുപ്പുകൾ പോലീസ് ഇട്ടു. ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വ്യക്തി നല്ല വിദ്യാഭ്യാസം ഉള്ളതാണെന്നാണ് പറയുന്നത്. ഇയാള് മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫിയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. ഇപ്പം PhDക്ക് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 8-10 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ആൾക്കാർ വായിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഇയാള്. സിനിമ കാണാതെ തന്നെ അതിന്റെ റിവ്യൂ ഒക്കെ നടത്തിക്കളയും. അല്പസ്വല്പം അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇയാള് എറണാകുളത്തെ ചില തിയേറ്ററിന് മുമ്പിൽ നിന്ന് തിയേറ്ററിൽ വരുന്നവരോട് അവരോടൊക്കെ റിയാക്ട് ചെയ്യും. സിനിമയെ പറ്റി പറയും. അവരുടെ അഭിപ്രായം കേൾക്കും. ഇയാൾക്ക് സ്വന്തമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി കമന്റ് ഇടും. അങ്ങനെ ഒരു അല്പസ്വല്പം അബ്നോർമൽ ബിഹേവിയറിലോട്ടാണ് ഇയാള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും സിനിമയോട് കടുത്ത ഭ്രാന്തുണ്ട്. അതുകൊണ്ടായിരിക്കും ഇയാള് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത്. അബ്നോർമലാണ്. സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ എപ്പോഴും കാണും. എടപ്പള്ളി അദ്ദേഹത്തിന്റെ എറണാകുളത്തെ ചില പ്രത്യേക തിയേറ്ററുണ്ട്. ആ തിയേറ്ററിന് മുമ്പിലാണ് എപ്പോഴും കാണുക. എന്നിട്ട് ഇയാള് അത് ഷൂട്ട് ചെയ്തും തന്റെ ഇൻസ്റ്റഗ്രാമിലും തന്റെ ഫേസ്ബുക്കിലൊക്കെ ഇടും. വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ എന്തും പറഞ്ഞു കളയും. ഒരു ലൈസൻസും ഇല്ലാതെ പറയും. ആരെ വേണേലും അവമാനിക്കും. ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത് സിനിമാ നടികൾ മൊത്തമായ മോശമായ സ്ത്രീകളാണ്. 20-25 വരുന്ന സിനിമാ നടികളിൽ കുറെ ആൾക്കാർ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കുറെ ആൾക്കാർ ആലപ്പുഴ DYSPക്ക് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ DYSPക്ക് നടി ഉഷ ഹസീന എന്ന് പറഞ്ഞ വളരെ സീനിയറായ ഒരു നടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർ ആലപ്പുഴ DYSP കൊടുത്തത് ആ നടപടി എറണാകുളത്തേക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തോന്നുന്നു. ഏതായാലും വിനീത തിയേറ്ററിന്റെ മുമ്പിൽ ഇടപ്പള്ളിയിൽ എപ്പോഴും ഇയാളുണ്ട്. BP മരക്കാർ റോഡിലാണ് ഇയാളെ കാണുന്നത്. തിയേറ്ററിന്റെ മുമ്പിലിരുന്ന് ചില കമന്റുകൾ പറയും. അവിടെ വരുന്ന സിനിമാ നടികളോടൊക്കെ കൈ കൊടുക്കാൻ നോക്കും. അല്ലെങ്കിൽ അവിടെ വരുന്ന സ്ത്രീകളോട് കൈ കൊടുക്കാൻ നോക്കുന്ന ചില രംഗങ്ങളൊക്കെ ഇയാൾ തന്നെ ഷൂട്ട് ചെയ്യും. അവര് കൈ കൊടുക്കാതെ പോകുന്നത് കാണിക്കുന്നുണ്ട്. പൊതുവെ ഒരു അബ്നോർമൽ ബിഹേവിയറുകാരനാണ് ഇയാളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം മലയാള സിനിമയിലെ സ്ത്രീകൾ പൊതുവെ മോശക്കാരാണെന്ന് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണം കൊടുത്തിരിക്കുകയാണ്. എല്ലാ നടികന്മാർക്കും അത് ബാധകമാണ്. അപ്പൊ എന്തിനാണ് ഇയാൾ ഇങ്ങനെ സ്ത്രീകളെ അവമാനിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇയാളെ ചില വീഡിയോയ്ക്കകത്ത് ഇയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു, അമ്മയോട് പറഞ്ഞ് ഞാൻ എപ്പം വേണേലും അകത്താകാം, അതുകൊണ്ട് അമ്മയെ സഹോദരിമാര് നോക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇയാള് അതിനകത്ത് ചില വീഡിയോകൾ ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം സിനിമാ പ്രാന്ത് അല്പം കൂടുതലാണ്. അത് ചിലപ്പോൾ അബ്നോർമലായ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വിഷുവിന് റിലീസ് ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമുണ്ട്, ബസൂക്ക. അതിലത് ചെറിയ റോള് ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. കാരണം സിനിമാ പ്രാന്ത് തന്നെയെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അതാണ്. തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവര് പരാതി കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക്. ഏതായാലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആറാട്ടണ്ണനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ആറാട്ടണ്ണൻ എന്ന് പേര് വരാൻ കാര്യം ആറാട്ട് മൂവിയുടെ റിവ്യൂ ചെയ്തപ്പോൾ അയാള് അതങ്ങ് വൈറലായി. അപ്പൊ അങ്ങനെയാണ് ആറാട്ട അണ്ണൻ എന്നുള്ള പേര് ഇയാൾക്ക് ലഭിച്ചത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്തും ഏതും ആർക്കെതിരെയും പറയും. ഒരു ലൈസൻസും ഇല്ലാതെ പറയും.
ഇപ്പൊ ഇന്ത്യയിലെ ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പുള്ളിക്ക് യാതൊരു ബോധവും ഇല്ല. കാരണം അയാൾക്ക് അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, അവരെയൊക്കെ അവഹേളിക്കുന്ന ഇയാൾക്ക് പതിവാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പൊതുവെ സ്ത്രീകളെ എതിർത്ത് പറയുന്ന, അവഹേളിച്ച് പറയുന്ന ഇയാൾക്ക് കുറെ നാളുകളായി ഇയാളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇയാൾ ഫേസ്ബുക്കിൽ മാത്രം നിർത്തിയിട്ടുണ്ട്, മെസ്സേജ് മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് തോന്നുന്നു. കാരണം പല ഭാഗത്തുനിന്നും ഇയാൾക്കെതിരായിട്ട് ആരോപണങ്ങളും അക്രമങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴേ വന്നിരിക്കുന്നത് അതിശക്തമായ ഒരു നീക്കം തന്നെയായിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് ഇയാൾക്കെതിരായിട്ട് കേസെടുക്കുമെന്ന് തോന്നുന്നു. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇയാൾക്ക് ട്രീറ്റ്മെന്റ് വല്ലതും വേണ്ടി വരുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. കാരണം അവരുടെ വീട്ടുകാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫേസ്ബുക്കിലൂടെ അശ്ലീല പദങ്ങൾ പ്രയോഗിക്കുക ഇയാൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഇതുപോലെയുള്ള മോശമായ പരാമർശനം എന്തിനാണ് ഇയാൾ ഇങ്ങനെ നടത്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സ്വല്പം അബ്നോർമൽ ആണോ എന്ന്. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ധാരാളം ഫേസ്ബുക്കിൽ ഇയാൾ ഇടുന്നുണ്ട്. ചില നടികൾക്കെതിരായി പറയുന്നത് വളരെ മോശമായ പദപ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും അമ്മ സംഘടനയിലെ നിരവധി അംഗങ്ങൾ ഇപ്പോൾ ഇയാൾക്കെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല കാര്യം. കാരണം ഇങ്ങനെയുള്ളവരെ അവരെ സോഷ്യൽ മീഡിയയില് അവർക്ക് യാതൊരു കൺട്രോളും ഇല്ലാതെ അവർക്ക് വായി തോന്നുന്നതും സമൂഹത്തിന് അപരിചിതമായ ചില പ്രവൃത്തികൾ ചെയ്യുന്നതും സ്ത്രീകളെയും പൊതുവെ അവമാനിക്കുന്നതും ഒക്കെ സമൂഹത്തിൽ നടക്കുന്നതിൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ എന്നാണ് അയാൾക്ക് സംശയം. കാരണം അയാൾക്ക് എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അയാൾക്ക് ധാരണ. ഇവിടെ നിയമ സംഹിതകളുണ്ട്, ഇതുപോലെ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതൊരു പാഠമാകണം. കാരണം നേരത്തെ നമുക്കറിയാം ബോച്ചയുടെ അനുഭവം. ഹണി റോസിനെതിരായിട്ട് ബോച്ച നിരന്തരമായി മോശമായ പരാമർശം നടത്തി. അയാളുടെ സാമ്പത്തികമായ ഉന്നമതിയും അയാളുടെ വൈറലായിട്ടുള്ള അയാളുടെ കുറച്ചധികം വീഡിയോ ഓഡിയോകളൊക്കെ കണ്ട് അയാൾ എന്തോ VIP ആണെന്ന് അയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർക്കെതിരായിട്ടും എന്തും പറയാൻ ബോച്ച ശ്രമിച്ചത്. ഏതായാലും അതിശക്തമായ നടപടി അയാൾക്കെതിരായിട്ടുണ്ടായി. ഹണി റോസ് എന്തായാലും ധൈര്യസമേതം മുന്നോട്ട് വന്നു. ആ കുട്ടി ഇയാൾക്കെതിരായിട്ട് കേസ് കൊടുത്തു. ആ കേസിനെതിരായിട്ട് അയാൾ നീങ്ങി. പല രീതിയിലുള്ള തന്ത്രങ്ങൾ അയാൾ പ്രയോഗിച്ചു. അവസാനം അയാളെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. സബ് ജയിലിൽ കിടന്നു. ഇപ്പം കുറച്ച് മര്യാദയായി. അതുപോലെ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരും ചാനലിൽ വരുന്നവരൊക്കെ ഇതുപോലെ അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവർക്കെതിരായും കേസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കണം. നിങ്ങൾ പുരുഷനെ ആയാലും സ്ത്രീയെ ആയാലും കുട്ടികളെ ഒന്നും അവമാനിക്കരുത്. അത് ആദ്യം ലെസനാണ്. നിങ്ങളെ വീട്ടിലെ നിങ്ങളുടെ സഹോദരിമാരും അമ്മമാരും നിങ്ങൾക്ക് സഹോദരിയുടെ മക്കളും ഒക്കെ ഉള്ളവരാണ്. അവർക്കൊക്കെ എതിരായിട്ട് ഇതുപോലെയുള്ള നിങ്ങൾ സാധാരണ വീട്ടിൽ പറയുന്നതാണോ? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കെതിരായിട്ട് പറയുന്നത്? അത് ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. അത് നിയമപരമായ അതിശക്തമായ നടപടി പോലീസ് എടുക്കുകയും ചെയ്യും. ഏതായാലും ഇതൊരു തുടക്കമാകട്ടെ. സന്തോഷ് വർക്കിയുടെ ഈ അറസ്റ്റ്, ആറാട്ടണ്ണന്റെ അറസ്റ്റ് ഒരു തുടക്കമാകട്ടെ. ഇതുപോലെ കുറേയധികം ആൾക്കാർ ഫേസ്ബുക്കിലെ ഇതുപോലെ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അവർ യൂട്യൂബിലും പറയുന്നത് തന്നെയല്ല, അതിനടി കമന്റ് ഇടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇയാളെ പോലെ തന്നെയുള്ള അവർക്ക് അങ്ങനെ കമന്റ് ഇടുന്നവർക്കെതിരായിട്ട് അടിയന്തര നടപടി പോലീസ് എടുക്കണം. ഒരു 4-5 പേർക്കെങ്കിലും എടുക്കണമെന്നാണ് സൈബർ സെല്ല് മേധാവിയുടെ എൻ്റെ അഭ്യർത്ഥന. കാരണം എങ്കിലും ഇതൊരു ശമനം ഉണ്ടാവുള്ളൂ. ആൾക്കാരെ നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും നമ്മുടെ ക്ലാസ് മുറിയിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി പരസ്പരം ബഹുമാനിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളെ പരസ്പരം ബഹുമാനിക്കുകയും അവരോട് സഭ്യമായ രീതിയിൽ സംസാരിക്കാനുള്ള പാഠം നമുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ പഠനം ഉണ്ടാകണം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും കോളേജുകളിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു വരണം. ഇത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം മോശമാണ്. വളഞ്ഞാണ് എല്ലാവരും വളർന്നു വരുന്നത്. അങ്ങനെ അങ്ങോട്ടും വളയും ഇങ്ങോട്ടും നമുക്ക് സത്യസന്ധതയായ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോട് കടപ്പാടുള്ള പരസ്പരം എല്ലാ മനുഷ്യരെയും, പ്രായമുള്ളവരെയും പ്രായമില്ലാത്ത കുറഞ്ഞവരെയും അതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഹൃദയം നമുക്ക് വേണം. ആ രീതിയിൽ തന്നെ നാം മുന്നോട്ട് പോകണം. സന്തോഷ് വർക്കിയെ പോലെ ഒന്നും സമൂഹത്തിന് ആവശ്യമില്ല. അയാൾക്ക് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. കാരണം ഇതുപോലെ നമ്മൾ കണ്ടല്ലോ അടുത്ത ദിവസം സിനിമാ നടന്മാര് ഷൈൻ ടോം ചാക്കോടെയും അതുപോലെ ശ്രീനാഥ് പാസിയുടെയൊക്കെ അവരൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും സമൂഹം ഒതുക്കണം, അവരെ ജയിലിലിടണം. സന്തോഷ് വർക്കിയും അതിന് അർഹനാണ്. കാരണം അയാൾക്ക് അബ്നോർമലായ അയാൾ PhD വരെ ഇപ്പം ശ്രമിക്കുന്നത്, PhD രജിസ്റ്റർ ചെയ്യുന്ന മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും PhD കൊടുക്കാൻ പാടില്ല. അയാൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുത്തെന്ന് പറയുന്നു. PhD എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു തീസിസാണ്.
അപ്പൊ അങ്ങനെയുള്ള ഈ വട്ടന്മാർ വന്ന് അങ്ങനെയുള്ള തീസിസ് പ്രസന്റ് ചെയ്ത് അടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ദൂഷ്യം തന്നെ ചെയ്യും. അതുകൊണ്ട് സന്തോഷ് വർക്കിയെ പോലുള്ളവരെ എതിരായി അതിശക്തമായ നടപടി നോർത്ത് പോലീസ് എടുത്തതിന് നോർത്ത് പോലീസിനടുത്ത് നന്ദി പറയുന്നു. ഇതുപോലെയുള്ള ഇനിയുള്ള പ്രവൃത്തി കാണിക്കുന്ന കുറെ ആൾക്കാരൂടെ ഉണ്ട്. മ്ലേച്ഛമായ പദവ് വഹിക്കുന്നവരും മ്ലേച്ഛമായ കമന്റ് ഇടുന്നവരും അവർക്കും ടിപ്പിക്കലായിട്ട് 4-5 പേർക്കെതിരായിട്ട് അടിയന്തരമായ ഒരു കേസ് സൈബർ സെല്ല് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.